ഞാൻ സർവൈവൽ വേൾഡിൻ്റെ ബാക്കി കളിക്കുകയാണ്. ഇന്നലെ ഞാൻ സ്റ്റോൺ ടൂൾസ് വരെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഒരു കേവിൽ പെട്ടു. ഇന്ന് എടുക്കുമ്പോൾ രാത്രിയായിരുന്നു. അവിടെയാണ് സ്കെൽട്ടൻസ് ഉണ്ടായിരുന്നു. ആ സ്കെൽട്ടൻസും പിന്നെ ഒരു വിച്ചും കൂടി എന്നെ കൊന്നു. എൻ്റെ ടൂൾസൊക്കെ ഇപ്പോൾ പോയി. ഞാൻ അവിടെ കേവ് പോയി നോക്കുമ്പോഴേക്കും എൻ്റെ ഐറ്റംസൊക്കെ ഡീസ്പോണായി. പിന്നെ ഇന്നലെ കളിച്ച സർവൈവലിൻ്റെ ബാക്കിയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് അയൺ ആർമർ ആവാനൊക്കെ നമുക്ക് മാക്സിമം നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാരണം നമുക്ക് അയൺ ആർമർ ആവാം. അയൺ ആർമർ ആവാൻ മൈനിങ് കൊണ്ടേ കേവ് പൊട്ടി ചത്തില്ലേ? എന്നാ കുറച്ച് ബുൾട്ടോ രാത്രിയാവും. രാത്രിയാവും ശരിയാ. കുറച്ച് നമുക്ക് രാവിലെ ആയിട്ട് അയൺ മൈനിങ് പോവാം. ഇവിടെയൊക്കെ ഭയങ്കര വലിയ കേവ് ഉണ്ട്. കുറച്ച് ഹേബർ എടുക്കാം. ഇന്നത്തെ നമ്മുടെ കൂടെ അയൺ ആർമർ ആവണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഇല്ലാത്തൊരു വില്ലേജറെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫുഡൊക്കെ ആവശ്യമുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളും ഫുഡൊക്കെ ഉണ്ടോ? 9 ഫുഡുണ്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ശരി നേരെ ഇപ്പോൾ കടന്നുറങ്ങാം. രാവിലെ ആക്കിയിട്ട് ബാക്കി ഇടാം. രാവിലെ ആക്കിയിട്ട് ബാക്കി നോക്കാം. ഉറങ്ങ് കാശ് നമ്മൾ 2 വില്ലേജറെ പൂട്ടിയിട്ടുണ്ട്. വേഗം കിടക്കടാ. ഇത് തന്നെ ധാരാളം. നല്ല ലാഗ് ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്ക് ലാഗ്. എനിക്കൊന്നും ലാഗ് അടിക്കണ്ട. അടിക്കണ്ട ഗൈസ്. അപ്പം നമുക്ക് അയൺ എടുക്കാൻ പോവാ. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്നാ കോബിൾ സ്റ്റോൺ. അയ്യോ ക്രാഫ്റ്റ് ടേബിൾ എൻ്റെ അടുത്തില്ല. കുഴപ്പമില്ല, ക്ലാസ് ഉണ്ട് കേട്ടോ. തരണം 9 ഞാൻ അമ്മമാരുടെ വീടൊക്കെ തല്ലിപ്പൊട്ടി അമ്മമാർക്ക് വീടൊന്നും വേണ്ട. അമ്മേൻ്റെ വീടൊക്കെ തല്ലിപ്പൊട്ടിക്കണം. അമ്മമാരുടെ വീടൊക്കെ നമുക്ക് തല്ലിപ്പൊട്ടിച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളുണ്ടാകും. അമ്മമാർക്കൊന്നും വീട് വേണം. അമ്മമാർക്ക് ഞാൻ പിടിച്ച് കൂട്ടിക്കെട്ടാൻ പോകും. ചെറിയൊരു കേവ് ഉണ്ട്. അതിൽ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം അയൺ എക്സ്ട്രാ ആക്സ് വേണം. ഞാൻ അറിയാണ്ട് 2 ആക്സ് ഉണ്ടാക്കി പോയി. അല്ല വേണ്ട, എൻ്റെ അടുത്ത് ആക്സ് ഉണ്ട്. ആക്സ് പൊട്ടി നമുക്ക് ഉണ്ടാക്കാം. അയൺ ആദ്യം തോണ്ടിയിട്ട് നമുക്ക് മറ്റ് ബ്രെഡ് ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് കോളുണ്ട്. ഇവിടെ എല്ലാം അയൺ ഉള്ളത്. പക്ഷെ ഇവിടെ കോളുണ്ട്. ഇതൊരു വഴിയുണ്ട്. അയൺ ഞാൻ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഓടിയിരുന്നു. ഇവിടെ നിറച്ചും കേവുണ്ട്. എവിടെത്തിരുന്നാലും കേവാണ്. കേവ് ബാ വാ. ഫുഡ് ഉണ്ട് അതിൻ്റെ അടുത്ത്. അതിൻ്റെ അടുത്തുണ്ട് 3 പീസ് ഓഫ് അയൺ ഉണ്ട്. 4 ഇവിടെ ഒരു മുയൽ ചത്തിറങ്ങുന്നു. ഇതവിടെ പൂച്ച മുയലിനെ കൊന്നിട്ടിരുന്നു. പൂച്ചയല്ല, ഞാനാ കൊന്നു. നീയാ കൊന്നേ? പൂച്ച കൊന്നിട്ടില്ല. കോളാശി ഞാൻ പോയി കുറച്ച് വുഡ് വെട്ടിയിട്ട് വരട്ടെ. ടോർച്ച് ഉണ്ടാക്കാൻ സ്റ്റിക്ക് വേണ്ട. സ്റ്റിക്ക് ഉണ്ടാക്കാൻ വുഡ് വേണം. അറിയില്ല. മറ്റേ ഇവിടെയുള്ള കോള് മൊത്തം തോണ്ടിയിട്ട് ഇവിടെ നിറയെ വുഡ് വെട്ടിയിട്ട് വരാം. നമുക്ക് ആവശ്യമുള്ളതാണ്. കോളൊക്കെ തോണ്ടിന് വുഡ് പൊട്ടിട്ട് വരട്ടെ. അധികം വുഡൊന്നും നമുക്ക് ആവശ്യമില്ല. ഒത്തിരി മതി വുഡ്. ഓക്കെ, ഇവിടെ കോളൊക്കെ കിട്ടി. എത്ര കിട്ടി? 24 ഗോൾഡ് ഗൈസ്. നമുക്ക് ധാരാളം. എൻ്റെ അടുത്ത് 14 ഗോളുണ്ട്. എൻ്റെ അടുത്ത് 14 ഗോളുണ്ട്. നമുക്കിനി കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഗ്യാസ് ഞാൻ ടോർച്ചൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് അതിന് പോവാം. ടോർച്ച് ഉണ്ടാക്കിയതാ.
വെറുതെ അടിക്കാതടാ, അതൊക്കെ ഒരു സുഖമല്ലടാ. ഇവിടെ ഇത്രയും തോണ്ടിയാ ഫുഡൊക്കെ എൻ്റെ അടുത്തുണ്ട്. 32 ബ്രെഡ്. അവിടെ ഞാൻ വലിയൊരു കേവ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. എൻ്റെ പിന്നല്ലേ ഇവിടെ അല്ലേ, വേറെ അവിടെ എൻ്റെ പിന്നല്ലേ വാ. അങ്ങനല്ല, വേറെ അവിടെ ഞാൻ വേറെ അവിടെ ഒരു വലിയ കേവ് കണ്ടു. രാവിലെ അവിടെ നടക്കുന്ന ഇവിടെയല്ല, അങ്ങോട്ടാണ്. എന്നെ ഞാനും പറഞ്ഞാങ്കില് ഇതാ എൻ്റെ പിന്നല്ലേ വാ, എനിക്കൊന്നും അറിയാ. ഇതാ വേണ്ട കിട്ടിയ ഇതന്നെ ഇതാണ് ഞാൻ കണ്ടത്. കയറി വരുമ്പോഴേ കുറേ കോളുണ്ട്. ആ കോളൊക്കെ തോന്നി എന്താ കോളൊക്കെ തോണ്ട കഴിച്ചിട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. കുറേ കോള് വേണം, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. തീർന്നു വിചാരിച്ചു. ചില വേൾഡിലൊക്കെ നമുക്ക് വേഗം കോൾ കിട്ടും, ചില വേൾഡിലൊക്കെ നമുക്ക് മെല്ലെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ആർക്കും ഉപയോഗിക്കാറുണ്ട്. ഈ വേൾഡിൽ കുറേ കോളുണ്ട്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം. ഇവിടെ നിറയെ കോളുണ്ടാ, തോണ്ടി മതി. വലിയൊരു കേവിലാണ് സോറി അവിടെ വാ. വലിയൊരു കേവ് ഇത് മേലെ കൂടെ പോയി താഴെയാണ്. ഇല്ല, ഞാൻ അവിടെ സോമ്പിനെ കൊല്ലാണ്. നീ പോയത് താഴെയാണോ? കണ്ട നിന്നെ കണ്ടില്ല. നീ അങ്ങോട്ട് പോയാ? അറിയാം, ഞാൻ വിചാരിച്ചു ദുഃഖം പോയിട്ടാണ് നീ കേവി പോയതെന്ന്. ചാവണ്ട, ചവിട്ടി പാടാ. ഒരു കട്ട ഇവിടെ വാ. മോളിലുണ്ട് കേവ്, പക്ഷെ അവനെ പിടിച്ചല്ലോ. അയൻ ഇവിടെ വാ. നീ അന്നാ അതിന്റെ മോളിക്ക് വെക്കോ. ഇവിടെ വരികയാണെങ്കിൽ വാ, നീ മോളിൽ വെക്കോ. നീ ഇവിടെ എത്തിയ അടുത്ത് 35 കോള്. നമുക്ക് മെല്ലെ വഴി തീർന്നു. അത് ഞാനും പറഞ്ഞു, വഴി തീർന്നു. നമുക്ക് നേരത്തെ അതിന്റെ മോളിൽ പോവാം. ശരി, മോളിൽ പോവാ. മോളിൽ പോണ താഴെ പോണേ? മോളിൽ പോവാൻ താഴെ പോവാം. എന്ത് വഴിയണ്ട നടക്കണ്ട. എങ്ങനെ അതിന് മോളൊരു അയൺ ഷവൽ പിടിച്ചത്. അയൺ ഷവൽ പിടിച്ചു യോടെ വരുന്നു. അതിനുള്ളിൽ കയറിപ്പോയതാണ്. അയൺ ഷവൽ കിട്ടി. ലെതർ ഹെൽമെറ്റ്, അയൺ ഷവല. ഈ കേവിൽ പാടില്ലേ? ഇവിടെ ഒന്നും അയണില്ല. കോളും കുറേ കോപ്പറും ഉണ്ട്. കോൾ ആവശ്യമാണ്. കോൾ ഇട്ടെ കോള് നിന്റെ അടുത്ത് എത്ര കോളുണ്ടാ? 35. എൻ്റെ അടുത്ത് 35 കൂടി 36 ഉണ്ട്. ഇതൊക്കെ തോണ്ടുമ്പോഴേക്കും അത്യാവശ്യം കുറേ ആവും. 40 തന്നെ ആവും. മതിയായി കോൾ കൊണ്ട്. 47 കോളുണ്ട്. ഇതിപ്പോൾ മതി. അപ്പം നമുക്ക് ഇനി അയൺ തപ്പിയിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഗൈസ് ഞങ്ങൾ കുറേ നേരം അയണൊക്കെ മൈൻഡ് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ അടുത്ത്
എൻ്റെ അടുത്ത് അര സ്റ്റാക്ക്, എൻ്റെ അടുത്ത് അര സ്റ്റാക്ക് വെച്ചപ്പോൾ ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് 63 അയൺ ഉണ്ട്. പിന്നെ 1.5 സ്റ്റാക്ക് കോളും കൂടി ഉണ്ട്. ഗൈസ് ഞങ്ങളുടെ അടുത്ത് അയൺ ഉണ്ട്, പിന്നെ കോളും ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്മെൽറ്റ് ചെയ്ത് അയൺ ഉണ്ട്. സ്മെൽറ്റ് ചെയ്യണം. പകുതി ഇതിൻ്റെ അകത്ത്. പിന്നെ നിറയെ കോളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.5 സ്റ്റാക്ക് അടുത്തേക്ക് ഒരു കോളൊക്കെ കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് പോയ കേവിൽ അത് പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ വേറൊരു കേവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിറച്ചു ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിറച്ച് സ്കെൽട്ടൻ. നൂറ്റൊക്കെ അതിനൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒറ്റക്ക് അയാൻ തന്നെ അതിനെ ഞങ്ങൾ 10-12 വട്ടം ചത്തു. അങ്ങനെ സ്കെൽട്ടനും സോംബീസും അങ്ങനെ 10-12 വട്ടം ചത്തു. പിന്നെ ഒരു ബെഡൊക്കെ എടുത്തിട്ട് പോയിട്ട് അവിടെ ചോദിച്ചിട്ട് അവിടെ നിന്നും കുറേ വട്ടം ചത്തിട്ട്. അപ്പോൾ പറഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. സ്റ്റാക്കോളം ഉരുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി സ്മെൽറ്റ് ആവാനുണ്ട്. അതൊക്കെ സ്മെൽറ്റ് ആവും. അതൊക്കെ ആറുന്നുണ്ട്. 2 ലെഗിൻസ്, നിൻ്റെ അടുത്ത് കുറച്ച് ആയതുണ്ടോ? അപ്പോൾ അച്ചു ഒരായി എടുക്കുകയാണ്. പിന്നെ ബൂട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. കൊണ്ടിപ്പോൾ ബൂട്ടുണ്ടായിരുന്നു. ബൂട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. ഷീൽഡ് ഞങ്ങൾ കേവി പോകുമ്പോൾ ഉണ്ടാക്കി. അത് നമ്മൾ ഫുൾ സെറ്റ് അതിന് ടൂൾസും കൂടിയാണ്. അതിനുള്ള അയൺ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അടുത്തുണ്ട്. ചന്ദ്ര ആ വീടൊക്കെ കുറച്ച് കൂടിപ്പിടിക്കണേ. മാറി എല്ലാവരും എന്തിനാണ് തോണ്ടിപ്പിടിക്കണേ? നല്ല ഒരുക്കിയ 2 ഉണ്ട് ഇപ്പുറത്തില്ല. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഇവിടെ എല്ലാവരും ആദ്യം 2 ഉണ്ടാക്കില്ലടാ പൊട്ട. എല്ലാം തന്നില്ല. പിക്കാക്സ് ആദ്യം 2 ഉണ്ടാക്കിയല്ല. പിക്കാസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിക്കാസ് മാത്രമല്ല ശവൽ ഉണ്ടാക്കുന്നുണ്ട്. 2 പിക്കാസ്, 2 ശവൽ. ശവൻ എൻ്റെ അടുത്ത് പറഞ്ഞുണ്ട്. അത് പറഞ്ഞൂടെ? അതൊക്കെ എല്ലാം എടുത്തു എനിക്ക്. നമുക്കിനി സ്റ്റോൺ ടൂൾസ് ഒന്നും ആവശ്യമില്ല. ആക്സ് കൊണ്ട് വീറ്റാണ്ട വരണേ. വീട്ട് സൈഡ് ഇല്ല. നീ നമുക്കൊന്ന് രാവിലെ കടന്നിറങ്ങി രാവിലെ ആക്കിയിട്ട് ബാക്കി രാവിലെ ഇന്നത്തെ ഗോൾ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുൾ സെറ്റ് ഓഫ് അയൺ ആവാർ വിത്ത് അയൺ ടൂൾസും ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്കിനി ബാക്കി കാണാം. പിന്നെ ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.